അടുത്ത മൊഡ്യൂളിൽ ലെജിസ്ലേച്ചറാണ് പഠിക്കുന്നത്. ലെജിസ്ലേച്ചർ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏജൻസീസ് ഓഫ് ഗവൺമെൻറ്. Government consists of three organs: legislature, executive and judiciary. And legislature, what do you mean by the term legislature? It means law making organ. ലോ മേക്ക് ചെയ്യുന്ന ഓർഗനെയാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്താണ്? ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോ, നിയമം നിർമ്മിക്കുക. ഇറ്റ് ക്യാൻ ഓൾട്ടർ ലോ, ഇറ്റ് ക്യാൻ ചേഞ്ച്. ഓൾട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് ലോ. ഓൾസോ ഇറ്റ് ക്യാൻ ഡിലീറ്റ് അൺനെസസറി ലോസ്. ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഇല്ലാതെയാക്കാൻ. നമ്മൾ ഡിലീറ്റ് എന്നല്ല പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇറ്റ് ക്യാൻ റിപ്പൽ ഓർ റിപ്പീൽ എന്ന് പറയും. ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഇല്ലാതെയാക്കാനുള്ള അധികാരവും ലെജിസ്ലേച്ചറിന് ഉണ്ട്. ഇറ്റ് ക്യാൻ മേക്ക് ലോ, ഇറ്റ് ക്യാൻ ഓൾട്ടർ ലോ ആൻഡ് ഇറ്റ് ക്യാൻ റിപ്പൽ അൺനെസസറി ലോ. ഓൾസോ എവറി കൺട്രി ഹാവ് ലെജിസ്ലേച്ചേഴ്സ്. എല്ലാ രാജ്യങ്ങളിലും ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്. ഓരോ ലെജിസ്ലേച്ചറിനും പല പല പ്രത്യേകതകൾ ഉണ്ട്. ലെജിസ്ലേച്ചർ പഠിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും ലെജിസ്ലേച്ചറിൻ്റെ കോമൺ ക്യാരക്ടറാണ് നമ്മൾ പഠിക്കുന്നത്. USA ലെജിസ്ലേച്ചർ, ബ്രിട്ടൻ, ഇന്ത്യയിലുമൊക്കെ നമുക്കുള്ളത് ലെജിസ്ലേച്ചർ ആണ്. ഇനി ലെജിസ്ലേച്ചറിൽ ഒരു ഹൗസേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് unicameral legislature, and when a legislature consists of two houses it is known as bicameral legislature. In India we have a bicameral legislature because our Parliament of India, known as a legislature, consists of two houses, that is Lok Sabha and Rajya Sabha. പിന്നെ എന്താണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രത്യേകത? ലോക്സഭ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ, വെയർ ദ പീപ്പിൾ ഡയറക്ട്ലി ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. രാജ്യസഭയിൽ അങ്ങനെയല്ല. ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയാണ് എലക്ട് ചെയ്തേക്കുന്നത്. ജനങ്ങൾ നേരിട്ടല്ല. ബാക്കിയുള്ള സ്ഥലത്തെ MLA മാർ എലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആരെ വരുന്നത്? രാജ്യസഭയിലെ MP മാരെ വരുന്നത്. അതാണ് ഇൻഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോ രാജ്യത്തെയും പാർലമെൻറ്റുകളുടെ പേരുകൾ നോക്കാം. ബ്രിട്ടീഷ് പാർലമെൻറ്റ്, ബ്രിട്ടനിൽ ലെജിസ്ലേച്ചറിനെ നമ്മൾ വിളിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഹൗസസ്, ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് ഹൗസ് ഓഫ് ലോർഡ്സ്. ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സുമാണ് ബ്രിട്ടനിലെ ലെജിസ്ലേച്ചർ. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഹൗസ് ഓഫ് പീപ്പിൾ പോലെ, ഇന്ത്യയിലെ ഹൗസ് ഓഫ് പീപ്പിൾ പോലെയാണ് ഹൗസ് ഓഫ് കോമൺസ്. രണ്ടാമത്തെ ഹൗസ് ഹൗസ് ഓഫ് ലോർഡ്സ് ആണ്. ഹൗസ് ഓഫ് ലോർഡ്സ് നമ്മുടെ രാജ്യസഭ പോലെ. ഇതിൽ ലോവർ ചേംബർ എപ്പോഴും ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ലോവർ ചേംബർ ലോക്സഭയാണ്. ബ്രിട്ടനിലെ ലോവർ ചേംബർ ഹൗസ് ഓഫ് കോമൺസ് ആണ്. നമ്മൾ അമേരിക്കയുടെ ലെജിസ്ലേച്ചേഴ്സിനെ മൊത്തത്തിൽ പാർലമെൻറ്റ് എന്നല്ല വിളിക്കുന്നത്, അമേരിക്കൻ കോൺഗ്രസ്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ രണ്ട് ഹൗസ്, ലോവർ ഹൗസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും അപ്പർ ഹൗസ് സെനറ്റും ആണ്. ലോവർ ഹൗസിൻ്റെ പേര് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, അപ്പർ ഹൗസിൻ്റെ പേര് സെനറ്റ് എന്നാണ് അപ്പർ ഹൗസിൻ്റെ പേര്. അമേരിക്കൻ കോൺഗ്രസ്, അമേരിക്കയിലെ ലെജിസ്ലേച്ചറിനെ നമ്മൾ അമേരിക്കൻ കോൺഗ്രസ് എന്നാണ് വിളിക്കുന്നത്. ഇനി വാട്ട് ഈസ് എ ബൈകാമറൽ ലെജിസ്ലേച്ചർ ആൻഡ് വാട്ട് ഈസ് എ യൂണികാമറൽ ലെജിസ്ലേച്ചർ, അതാണ് നോക്കുന്നത്. ബൈകാമറൽ ലെജിസ്ലേച്ചർ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഹൗസ് ഉണ്ടെങ്കിൽ, ടു ഹൗസസ് ഉണ്ടെങ്കിൽ അത് ബൈകാമറൽ. വൺ ഹൗസ് ആണെങ്കിൽ അത് യൂണികാമറൽ ലെജിസ്ലേച്ചർ ആണ്. ബൈകാമറൽ ലെജിസ്ലേച്ചറിന് എക്സാമ്പിൾ ഓർക്കണം: ഇന്ത്യ, USA, ബ്രിട്ടൻ. യൂണികാമറൽ ലെജിസ്ലേച്ചറിന് എക്സാമ്പിൾ ഫ്രാൻസ് ഇനി യൂണികാമറൽ ലെജിസ്ലേച്ചറിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ബൈകാമറൽ ലെജിസ്ലേച്ചറിൽ ഹൗ ദ മെമ്പേഴ്സ് ഓഫ് ദ അപ്പർ സെക്കൻഡ് ചേംബർ ആർ എലക്റ്റഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അത് നിങ്ങൾ തന്നെ എഴുതണം. എന്തൊക്കെ മെത്തേഡെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, അതൊരു നോട്ടായിട്ട് തയ്യാറാക്കാൻ പറ്റണം. ചിലയിടത്ത് ഹെറിഡിറ്ററി ബേസിസിൽ അപ്പോയിൻറ്റ് ചെയ്യും, ചിലയിടത്ത് നോമിനേഷൻ വഴി അപ്പോയിൻറ്റ് ചെയ്യും. ഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്.
ബ്രിട്ടനിലൊക്കെ ഹെറിഡിറ്ററി മെമ്പർഷിപ്പാണ് ഹൗസ് ഓഫ് ലോർഡ്സിൽ, അപ്പർ ഹൗസിൽ. അതാണ് നമ്മൾ ആ ചേംബറിനെ സെക്കൻഡ് ചേംബർ എന്നാണ് വിളിക്കുന്നത്. ലോവർ ഹൗസിനെ ഫസ്റ്റ് ചേംബർ എന്നുമാണ് പറയുന്നത്. സെക്കൻഡ് ചേംബറിൻ്റെ എങ്ങനെയാണ് സെക്കൻഡ് ചേംബറിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്തത്, ഹൗ ദ ഹൗസ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാറുണ്ട്. അതിന് എഴുതേണ്ട 4 പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് നോമിനേഷൻ വഴി. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ രാജ്യസഭയിലേക്ക് കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നോമിനേഷൻ നടക്കുന്ന രാജ്യങ്ങൾ ഉണ്ട്. ഡയറക്റ്റ് എലക്ഷനാണ് അമേരിക്കയിലെ സെനറ്റിൽ നടക്കാറുള്ളത്. സെനറ്റ് സെക്കൻഡ് ഹൗസാണ്. അമേരിക്കയുടെ കോൺഗ്രസ്സിൽ സെക്കൻഡ് ഹൗസാണ് സെനറ്റ്. ഇന്ത്യയിൽ നമുക്ക് സെക്കൻഡ് ഹൗസിലേക്ക് ഇൻഡയറക്റ്റ് എലക്ഷനാണ്. കാനഡ പോലുള്ള രാജ്യങ്ങൾ എഗെയിൻ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് നോമിനേറ്റ് സർട്ടൺ പേഴ്സൺസ് ടു ദ സെക്കൻഡ് ചേംബർ. അതാണ് ഹെറിഡിറ്ററി പ്രിൻസിപ്പിൾ ഉണ്ട്, നോമിനേഷൻ, ഡയറക്റ്റ് എലക്ഷൻ, ഇൻഡയറക്റ്റ് എലക്ഷൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ കോമ്പോസിഷനെ പറ്റി എങ്ങനെ ചോദിക്കാറുണ്ട്. രാജ്യസഭ ഓർ സെക്കൻഡ് ചേംബർ. ഇനി അടുത്തത് ബൈക്യാമറലിസത്തിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്. ബൈക്യാമറലിസം നല്ലതാണോ ചീത്തയാണോ, അങ്ങനെ തൊട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് ഫോർ ബൈക്യാമറലിസം എന്ന് പറയുമ്പോൾ ബൈക്യാമറലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു. അതെന്ന് പറയുമ്പോൾ എന്തിനെതിരാണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് യൂണികാമറലിസം. 1 ഹൗസ് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് 2 ഹൗസ് സപ്പോർട്ട് ചെയ്യുന്നത്. 2 ഹൗസിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് അവോയ്ഡ്സ് അൺഡ്യൂ കോൺസെൻട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പവർ. അധികാരം ഒരു ഹൗസിൽ കിടക്കുന്നില്ല ഇൻ എ സിംഗിൾ ബോഡി ആൻഡ് ദസ് പ്രിവെൻറ്റ്സ് ഇറ്റ്സ് ഡെസ്പോട്ടിസം. ഒറ്റ സെനൻസാണ്. ഇറ്റ് അവോയ്ഡ്സ് അൺഡ്യൂ കോൺസെൻട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പവർ ഇൻ എ സിംഗിൾ ബോഡി ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ്സ് ഡെസ്പോട്ടിസം. ഒരൊറ്റ ഹൗസിൽ അധികാരം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ഹൗസിന് ഡെസ്പോട്ടിക് ആകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെയും അടിച്ചമർത്താൻ പറ്റില്ല 2 ഹൗസ് ഉണ്ടെങ്കിൽ. മറ്റൊരു പോയിന്റ്, ദ സെക്കൻഡ് ചേംബർ ഈസ് കൺസിഡേർഡ് ആസ് എ ചെക്ക് ഓൺ ഹാസ്റ്റി ആൻഡ് റാഷ് ലെജിസ്ലേച്ചർ. പെട്ടെന്ന് തിരക്കിട്ട് ഫസ്റ്റ് ഹൗസ് പാസ്സാക്കുന്ന നിയമങ്ങൾ എതിർക്കാൻ അല്ലെങ്കിൽ അതിനൊരു തടയിടാൻ സാധിക്കുന്നത് ഈ സെക്കൻഡ് ഹൗസിലാണ്. അതിന് പറയുന്നത് പോപ്പുലർലി എലക്റ്റഡ് ഹൗസിൽ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്ന ചില ചേഞ്ചസിനും പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ ഹൗസിൽ ഇതെല്ലാം തടയിടാൻ സാധിക്കും എന്നാണ് സെക്കൻഡ് 2 ഹൗസ് കൊണ്ടുള്ള ഒരു മെറിറ്റായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ദ പോപ്പുലർലി ഇലക്റ്റഡ് ഹൗസ് ഹാസ് എ tendency to be impatient to introduce sweeping changes. These proposals may be impractical and may cause change to the interest of the people. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന പല നിയമങ്ങളും തടയിടാൻ സെക്കൻഡ് ലെജിസ്ലേച്ചർ ഉണ്ടെങ്കിൽ സാധിക്കും. മറ്റൊരു പോയിന്റ്, ദ സെക്കൻഡ് ചേംബർ ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ പോപ്പുലർ ഹൗസ് ബൈ റീകൺസിഡറിങ് ആൻഡ് റിവൈസിങ് ദ പ്രപ്പോസൽ. ഫസ്റ്റ് ഹൗസ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും വീണ്ടും അനലൈസ് ചെയ്യാൻ സെക്കൻഡ് ഹൗസ് ഉണ്ടെങ്കിൽ പറ്റും. അടുത്തൊരു പോയിന്റ്, ദ സെക്കൻഡ് ചേംബർ ഇന്റർപോസസ് സം ഡിലേ ബിറ്റ്വീൻ ഇനാക്ട്മെൻറ്റ് ഓഫ് ലോ ബൈ ദ പോപ്പുലർ ഹൗസ് ആൻഡ് ബൈ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. ഓൾറെഡി പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹൗസിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ് കുറേ നാൾ അനലൈസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഹൗസിൽ പാസ്സാകുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം കിട്ടും. ദിസ് ഡിലേ ഇനേബിൾസ് ദ പബ്ലിക് ഒപ്പീനിയൻ ടു ഗെറ്റ് ക്രിസ്റ്റലൈസ്ഡ് ഓൺ ദ ബിൽ. ഈ ഒരു കാലതാമസം കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായി ബില്ലിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ദ സെക്കൻഡ് ചേംബർ ഇന്റർപോസസ് സം ഡിലേ ബിറ്റ്വീൻ enactment of law by the popular house and by its implementation. This delay enables the public opinion to get crystallized on the bill. മറ്റൊരു പോയിന്റ്, the second chamber is useful because it provides dual basis of representation. ഡ്യുവൽ ബേസിസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് സെക്കൻഡ് ചേംബറിൽ നടക്കുന്നത്. പല മേഖലയിൽ നിന്നുള്ള ആളുകൾ സെക്കൻഡ് ചേംബറിൽ ഉണ്ടാക്കും.
ചിലപ്പോൾ എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ടാകാം, ആർട്ടിസ്റ്റുകൾ ഉണ്ടാകാം, സയൻറ്റിസ്റ്റ് ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ സെക്കൻഡ് ചേംബറിന് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് ചേംബറിൽ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിളാണ്. അവരെല്ലാ കാര്യങ്ങളിലും കോമ്പീറ്റൻ്റ് ആവണമെന്നില്ല. പക്ഷേ സെക്കൻഡ് ചേംബറിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം വി ലോട്ട് ഓഫ് എമിനൻറ്റ് എഡ്യൂക്കേഷനിസ്റ്റ്, ആർട്ടിസ്റ്റ്, സയൻറ്റിസ്റ്റ് എക്സെട്ര ക്യാൻ ബി സീൻ ഇൻ ദ സെക്കൻഡ് ചേംബർ. അത് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ നോമിനേറ്റ് 12 members to the Rajya Sabha from among distinguished person in the field of art, culture, social service, literature. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ്? ആർട്ട്, കൾച്ചർ, സോഷ്യൽ സർവീസ്, ലിറ്ററേച്ചർ ആൻഡ് അതർ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. അത്തരത്തിൽ ആളുകൾ ഉള്ളതുകൊണ്ട് അത്തരം ലോ വരുമ്പോഴും അത്തരം പോളിസീസ് ഗവൺമെൻറ് എടുക്കുമ്പോഴും ആർട്ട്, കൾച്ചർ, സോഷ്യൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി എടുക്കുമ്പോൾ ഇത്തരം എമിനൻറ്റ് പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ചേംബറിൻ്റെ മറ്റൊരു മെറിറ്റ്. അപ്പോൾ സെക്കൻഡ് ചേംബർ ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഡിലേ ഈസ് ഹെൽപ്ഫുൾ ഇൻ ക്രിസ്റ്റലൈസിങ് ദ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. മറ്റൊന്ന്, ഇറ്റ് ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ പോപ്പുലർ ഹൗസ് ബൈ റീകൺസിഡറിങ് ആൻഡ് റിവൈസിങ് ഓൾ ദ പ്രപ്പോസൽസ് ഓഫ് ദ ഫസ്റ്റ് ഹൗസ്. ഫസ്റ്റ് ഹൗസിൻ്റെ പ്രപ്പോസൽസൊക്കെ വളരെ കൃത്യമായി റീകൺസിഡർ ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ സെക്കൻഡ് ഹൗസ് ഉണ്ടെങ്കിൽ സാധിക്കും. ഒരുപാട് ആൾക്കാർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ സെക്കൻഡ് ഹൗസ് ഉണ്ടെങ്കിൽ സാധിക്കും. മറ്റൊന്ന്, ഡെസ്പോട്ടിസത്തിന് തടയിടാൻ സാധിക്കും. അങ്ങനെ ഒരു മെച്വർ ചേംബറായിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? സെക്കൻഡ് ഹൗസ് ഉണ്ടെങ്കിൽ കണക്കാക്കുന്നത്. അത്രയുമാണ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ബൈകാമറലിസം. ബൈകാമറലിസത്തിൻ്റെ മീനിങ് മറന്നു പോകരുത്, 2 ഹൗസസ്. ഇനി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബൈകാമറലിസം എന്ന് പറയുമ്പോൾ 2 ഹൗസ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന്. സിൻസ് സോവർണിറ്റി റിസൈഡ്സ് ഇൻ ദ പീപ്പിൾ, only a single chamber can represent the will of people. സോവർണിറ്റി, സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ സോവർണിറ്റി, ആ സുപ്രീം പവർ ഡിവൈഡ് ചെയ്തു പോകാൻ സാധിക്കത്തില്ല എന്ന ബേസിസിൽ ആണെങ്കിൽ ഒറ്റ ഹൗസും മതി, 2 ഹൗസ് വേണ്ട എന്നാണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബൈകാമറലിസത്തിൽ നമ്മൾ പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബൈകാമറലിസത്തിൻ്റെ മറ്റൊരു മീനിങ് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് യൂണികാമറലിസം. ഒറ്റ ഹൗസ് മതി എന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ്? സോവർണിറ്റി റിസൈഡ്സ് ഇൻ ദ പീപ്പിൾ. അതിനെയാണ് നമ്മൾ പോപ്പുലാർ സോവർണിറ്റി എന്ന് പറയുന്നത്. വെൻ സോവർണിറ്റി റിസൈഡ്സ് ഇൻ ദ പീപ്പിൾ, ദാറ്റ് ഈസ് നോൺ ആസ് പോപ്പുലർ സോവർണിറ്റി. ആ പോപ്പുലർ സോവർണിറ്റി പീപ്പിളിലാണെങ്കിൽ only a single chamber can represent the will of the people. മറ്റൊരു പോയിൻ്റ്, ദ റീകൺസിഡറേഷൻ ഓഫ് എ ബിൽ പാസ്ഡ് ബൈ 1 ഹൗസ് ബൈ ദ സെക്കൻഡ് ഹൗസ് കോൺസ്റ്റിറ്റ്യൂട്ട് നിയർലി എ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. മറ്റൊന്ന്, ഒരു ഹൗസ് പാസ്സാക്കുന്ന ബില്ല് വീണ്ടും അടുത്ത ഹൗസിൽ കുറേ സമയമെടുക്കും അത് പാസ്സാക്കി കിട്ടാനായിട്ട്. അങ്ങനെ വരുമ്പോൾ അത് വേസ്റ്റേജ് ഓഫ് ടൈമും എനർജിയും ആണ്. മറ്റൊരു കാര്യം, ദ എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ചേംബർ ലീഡ്സ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഡെലിബറേഷൻസ് ആൻഡ് അൺഡ്യൂ ഡിലേ ഇൻ ദ ഇനാക്ട്മെൻറ്റ് ഓഫ് അർജൻറ്റ് ലോസ്. 2 ഹൗസിലും ഒരു ബില്ല് പാസ്സാകാൻ ഒരേ സമയമെടുക്കും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 3 റീഡിംഗ് ആണ് ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിംഗ് ഉണ്ട്. അത് 1-2 മാസം എടുത്താലേ പാസ്സാകാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും സെക്കൻഡ് ചേംബറിൽ പോയി ഇതേപോലെ സമയമെടുത്ത് അപ്പോഴേക്കും വീണ്ടും എന്ത് പറ്റും? 2 ഹൗസും പിരിച്ച് അഡ്ജോൺ ചെയ്യും. അതാണ് നമ്മൾ കുറച്ച് നാളത്തേക്ക് അടച്ചിടും, അഡ്ജോൺ ചെയ്യും. വീണ്ടും അടുത്ത സെഷൻ ഹൗസ് തുറക്കുമ്പോഴൊക്കെ ഇത് വീണ്ടും ഈ ബില്ല് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അൺഡ്യൂ ഡിലേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. So the existence of second chamber leads to duplication of the deliberation and undue delay in the enactment of urgent laws. മറ്റൊന്ന്, സെക്കൻഡ് ചേംബർ ഹാവ് ടെംപ്റ്റഡ് ടു ബിക്കം ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് റെപ്രസെൻറ്റ് ദ റിയാക്ഷണറി ആൻഡ് കൺസർവേറ്റീവ് ഫോഴ്സസ് ഇൻ ദ സൊസൈറ്റി. സെക്കൻഡ് ചേംബറിൽ ചിലപ്പോൾ ജനങ്ങളുടെ താല്പര്യത്തിന്
വിരുദ്ധമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പോപ്പുലർ ഹൗസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ സെക്കൻഡ് ചേംബറിന് വരും. ഇങ്ങനപ്പം ജനങ്ങൾക്ക് ക്ഷേമപ്രദമാകുന്ന ബില്ലുകൾ പാസ്സാകാത്ത അവസ്ഥ ഉണ്ടാകും. The second house generally tends to block the progressive law passed by the popular house and thereby reduces the will of the people. മറ്റൊരു പ്രത്യേകത, സെക്കൻഡ് ഹൗസ് ഫസ്റ്റ് ഹൗസ് പാസ്സാക്കുന്ന ജനങ്ങളുടെ ക്ഷേമപ്രദമായ നിയമങ്ങൾക്ക് തടയിട്ട് കുറേ കാലം നീട്ടിക്കൊണ്ടു പോകാൻ സെക്കൻഡ് ഹൗസിന് സാധിക്കുന്നു. ദ സെക്കൻഡ് ഹൗസ് ജനറലി ടെൻസ് ടു ബ്ലോക്ക് ദ പ്രോഗ്രസീവ് ലോ പാസ്ഡ് ബൈ ദ പോപ്പുലർ ഹൗസ് ആൻഡ് ദെയർബൈ റെഡ്യൂസസ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. അടുത്തൊരു പോയിന്റ്, ദ സെക്കൻഡ് ചേംബർ ഇസ് നോട്ട് ഓൾവൈസ് ഇൻ എ പൊസിഷൻ ടു ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ ഡിസ്പോട്ടിസം ഓഫ് ദ പോപ്പുലർ ഹൗസ്. ഇനി മറ്റൊരു പോയിന്റ്, നമ്മൾ നേരത്തെ മെറിച്ചിൽ പറഞ്ഞ എന്താണ്, ഫസ്റ്റ് ഹൗസിൻ്റെ ഡെസ്പോട്ടിസം അടിച്ചമർത്തുന്ന നയങ്ങളെയൊക്കെ തടയിടാൻ സാധിക്കുന്നത് സെക്കൻഡ് ഹൗസിനാണ്. ആക്ച്വലി ചിലപ്പോൾ സെക്കൻഡ് ഹൗസിന് അതുപോലും പറ്റത്തില്ല. കാരണം ഇന്ത്യയിലൊക്കെ എടുത്താൽ ഇന്ത്യയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഫസ്റ്റ് ഹൗസിന്, ലോക്സഭയ്ക്കും ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസിനുമാണ് കൂടുതൽ പവർ. ഇപ്പം സെക്കൻഡ് ഹൗസിന് അത്രയും പവർ തന്നെ ഇല്ല. അപ്പോൾ സെക്കൻഡ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ വെറും വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി ആയിട്ട് മാറുന്ന അവസ്ഥ ഉണ്ട്. And the second chamber is highly expensive and constitute a serious drain on the wealth of the country. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ചേംബർ കൊണ്ട് രാജ്യത്തിൻ്റെ ഒരുപാട് മണി വേസ്റ്റായി പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് ഡ്രെയിൻ ഓൺ ദ വെൽത്ത് ഓഫ് ദ കൺട്രി. നമ്മുടെ സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. The existence of the second chamber has also been criticized because there is no satisfactory method for its composition. മറ്റൊരു പ്രശ്നം നമ്മൾ നേരത്തെ പഠിച്ചുള്ള സെക്കൻഡ് ചേംബർ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡയറക്റ്റ് ഇലക്ഷനാണോ, ഇൻഡയറക്റ്റ് ഇലക്ഷനാണോ, നോമിനേഷനാണോ, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ചേംബർ നല്ലതല്ല എന്ന് പറയുന്ന ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. Again, if the second chamber consists of indirectly elected representatives, favoritism and nepotism shall play a predominant role in the election of the members. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രശ്നം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആവട്ടെ ലീഡേഴ്സ് ആവട്ടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അതിലേക്ക് സെലക്ട് ചെയ്ത് വിടുന്നത്. അതും രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഭവിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് അഗെയിൻ ഇൻ ദ സെക്കൻഡ് ചേംബർ ആസ് ദ മെമ്പേഴ്സ് ആർ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ്, ഫേവറൈറ്റിസം ആൻഡ് നെപ്പോട്ടിസം സ്വജന പക്ഷപാതം ഉണ്ടാകാം. സ്വന്തം ഫേവറിറ്റിസം സെയിം മീനിങ് ആണ് സംവാഡ്. അത്തരം കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ചേംബർ നല്ലതല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സെക്കൻഡ് ചേംബർ നല്ലതല്ല എന്ന് പറയുമ്പോൾ ഒറ്റ ചേംബർ മതി എന്ന് പറയുന്ന ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ഇത്രയുമാണ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് ബൈക്യാമറലിസം, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബൈക്യാമറലിസം. അത് തന്നെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഫോർ യൂണികാമറലിസവും ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് യൂണികാമറലിസവുമായിട്ട് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഫോർ ബൈക്യാമറലിസത്തിന് മറ്റൊരു വേർഡ് തന്നെ യൂസ് ചെയ്യണം, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് യൂണികാമറലിസം എന്നും ഓർത്ത് പഠിക്കണം. ഇനി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബൈക്യാമറലിസം എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് കൂടെയുണ്ട്, ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് യൂണികാമറലിസം. ഓക്കെ.